ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കുമേൽ കർത്താവ് പരിഹാരം നൽകുന്നു. കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ വിഷമഘട്ടത്തിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കരകയറ്റാൻ പോകുന്നു. വിശ്വസിക്കുക. ഒത്തിരി പ്രശ്നങ്ങളോടെ ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തത് ആദ്യമായി കാണുന്നവരുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്ത്, ഏത് അവസ്ഥയിൽ, ഏത് കുടുംബത്തിൽ നിങ്ങളിത് കാണുന്നോ, ഏത് സ്ഥലത്ത് ഇത് കാണുന്നോ, അവിടെ കർത്താവ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, നിങ്ങളുടെ സമീപത്തുണ്ട്. അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ഓരോ വേദനയും വിഷമങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുക. എല്ലാം അറിയാവുന്ന ദൈവം ഈ രാത്രിയിൽ നിന്റെ വിഷമങ്ങളെ എടുത്തു മാറ്റും. എല്ലാറ്റിലും ഉപരിയായി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിഷമങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിക്കാം. കർത്താവിൻ്റെ അനന്ത കാരുണ്യത്തിലേക്ക് നിങ്ങൾ നോക്കുക. അവിടുന്ന് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ എത്രയോ വലുതാണ് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി കുരിശുമരണം പ്രാപിച്ച് നിങ്ങൾക്ക് വേണ്ടി സഹനങ്ങൾ അനുഭവിച്ച, പീഡാസഹനങ്ങൾ അനുഭവിച്ച ഈശോയ്ക്ക് നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. അതിനാൽ തന്നെ നിങ്ങൾ എന്തിനു ഭാരപ്പെടണം? ഇന്ന് നിങ്ങളുടെ വിഷമം ഉണ്ടാകാനുള്ള വ്യക്തികൾ, കാരണങ്ങൾ, വാക്കുകൾ, തിരസ്കരണങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം കർത്താവിൽ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികത്തെ സമർപ്പിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം കർത്താവിനോട് പറയുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി. ചിലർ നിങ്ങളെ ചതിച്ചു മടങ്ങി, ചിലർ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചു, ചിലർ നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ പ്രവർത്തിച്ചു. എല്ലാ വേദനയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ആരൊക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായോ, ഇന്ന് രാത്രിയിൽ അവരോടെല്ലാം പൂർണ്ണമായി ക്ഷമിക്കുവാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. അതിനാൽ അനന്ത കാരുണ്യവാനായ ദൈവത്തിന് ഇന്ന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. എല്ലാ ഭാരവും വിഷമങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 128 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവഭക്തന് അനുഗ്രഹം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച തൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. കർത്താവ് കാരുണ്യവാനും ദയാലുവുമാണ്. അവിടുന്ന് തൻ്റെ ഭക്തർക്ക് എപ്പോഴും ഉയർച്ച നൽകുന്നു.
അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നു. കർത്താവ് അനുഗ്രഹത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദൈവമാണ്. കർത്താവാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ഇന്ന് നിങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നാം പ്രഘോഷിക്കുന്നത്. ഇന്ന് ചില കമൻറ്റുകളിൽ കൂടി ഞങ്ങൾക്ക് വായിക്കാൻ സാധിച്ചത്, ചിലർ ഈ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് മറ്റു ചിലർ കളിയാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ദൂത് കേൾക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്നത് കൊണ്ട് ചില വ്യക്തികൾ നിങ്ങളെ പരിഹസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഒത്തിരി വേദനയിലാണ്. എന്നാൽ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, മകനെ, മകളെ, മറ്റുള്ളവർ എത്ര വേണമെങ്കിലും നിന്നെ പരിഹസിച്ചോട്ടെ, എന്തെന്നാൽ നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്. ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചു, ഞാൻ അവർക്ക് വേണ്ടിയും സഹിച്ചു. ഞാൻ മരിച്ച് ഉദ്ധാനം ചെയ്തു. അവർക്കത് മനസ്സിലായിട്ടില്ല. മനസ്സിലാകുമ്പോൾ നിന്നേക്കാളും കൂടുതലായി അവർ എൻ്റെ അടുത്ത് വരും. അതിനാൽ നീ ഭാരപ്പെടേണ്ട, നീ എന്നോട് ചേർന്ന് നിൽക്കുക. നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്റെ തളർച്ചയിൽ, തകർച്ചയിൽ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. ഈ രാത്രിയിൽ നീ എന്നോടൊപ്പമാകുക. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ആരൊക്കെ നിങ്ങളെ എന്തിനൊക്കെ വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, നിങ്ങൾക്കൊന്നും നഷ്ടമാകാനില്ല. എന്തെന്നാൽ നിങ്ങളെ ഉയർത്തുന്നത് കർത്താവാണ്. ഒരു വ്യക്തിയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും കർത്താവാണ്. അതിനാൽ ഈ രാത്രിയിൽ നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നിന്റെ എല്ലാ വേദനയ്ക്കും ഞാൻ വലിയ പ്രതിഫലം നൽകും. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. ആർക്കും നിങ്ങളെ തൊടാൻ പോലും കഴിയത്തില്ല. അത്രമാത്രം നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളെ കളിയാക്കിയവരെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് നിങ്ങൾ നന്ദി അർപ്പിക്കുക. കർത്താവ് എല്ലാം അറിയുന്നവനാണ്. കർത്താവ് സകലതും അറിയുന്നു. നിങ്ങളുടെ വേദനകളെ തുടച്ചു നീക്കാൻ ശക്തനാണ് അവൻ. നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിവുള്ള കർത്താവാണ് അവിടുന്ന്. അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്. നിന്നെ ഉയർത്താൻ ശക്തനായ ദൈവം ഞാനാണ്. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഈ മക്കൾ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നൽകി ഇന്ന് രാത്രിയിൽ തന്നെ അവരുടെ വിഷമങ്ങളിൽ നീ ഇടപെട്ട് ശാശ്വത പരിഹാരം നൽകി അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാവരെക്കാളിലും ഈ മക്കളെ നീ ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇവരുടെ വേദനകളെ നീ അറിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇവരെ നീ ഈ രാത്രിയിൽ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. സഹായിക്കാൻ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, രോഗപീഠകളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഡോക്ടേഴ്സ് നൽകിയ ചില റിപ്പോർട്ടുകൾ ഒത്തിരി വിഷമിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി ഇവർക്ക് ശരീരത്തിന് പൂർണ്ണ സൗഖ്യം നൽകി മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ, വിഭ്രാന്തി എല്ലാം നീ സുഖപ്പെടുത്തി സ്വസ്ഥമായി ഈ രാത്രിയിൽ ഉറങ്ങാൻ നീ സഹായിക്കണമേ. ഇവരെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇവരെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. കർത്താവേ, ഈ മക്കൾക്ക് ശാശ്വത പരിഹാരം നൽകി ഇവരുടെ വേദനകളിൽ, കഷ്ടതകളിൽ നീ അവരോട് കൂടെയിരുന്ന് അവരെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് അവരുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഒത്തിരിയധികം വേദനിച്ചിരിക്കുന്ന ഈ മക്കളുടെ വിഷമങ്ങളെ നീ എടുത്തുമാറ്റി അവരുടെ വഴികളിൽ അവരെ സഹായിക്കണമേ. ഈ രാത്രിയിൽ അവർ വർഷങ്ങളായി അന്വേഷിച്ചിരിക്കുന്ന ചില
ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ അവർക്ക് നൽകണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നുവരെയുണ്ടായ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എന്തെന്നാൽ ഈ പ്രശ്നങ്ങളാണ് നിന്നെ സ്നേഹിക്കുന്നതിന് ഇവരെ കൂടുതൽ സഹായിച്ചത്. അതിനാൽ തന്നെ ഏത് പ്രശ്നങ്ങളിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശക്തനായ ദൈവമാണ് എൻ്റെ മുൻപിലുള്ളത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കരുത്തുറ്റ കർത്താവാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നത്. അതിനാൽ തന്നെ ഒരു പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധിയും ഇനി എന്നെ തകർക്കുകയില്ല. എന്തെന്നാൽ പ്രശ്നങ്ങളുടെ പരിഹാരകൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം കർത്താവേ ഈ മക്കൾക്ക് ഈ രാത്രിയിൽ നൽകി ഇവരുടെ എല്ലാ വിഷമങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം നൽകി സമാധാനവും സന്തോഷവും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അലട്ടുന്ന സാമ്പത്തിക വിഷയങ്ങളിൽ ഒരു വലിയ വിടുതൽ നൽകി നാളത്തെ ദിവസം വലിയൊരു അത്ഭുതം കാണാൻ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. കർത്താവേ, കടബാധ്യതയുള്ള എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കൂ. ഇന്ന് ഇവരുടെ കുടുംബത്തിൽ ഭവനത്തിൽ സമാധാനത്തോടെ ആയിരിക്കുവാൻ എല്ലാ വിഷമങ്ങളും വേദനകളിൽ നിന്നും ഒരു വിടുതൽ നൽകി ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് വിടുതൽ നൽകി മോചനം നൽകി ഈ മക്കൾക്ക് സുഖമായ നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ. സകല ഭയങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സകല പൈശാചിക ദുഷ്ടശക്തികളുടെ ശല്യങ്ങളിൽ നിന്നും ഈ മക്കളെ ഈ രാത്രിയിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഇവർക്കും ഇവരുടെ ഭവനത്തിനും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും ചുറ്റും നിന്റെ ശക്തരായ ദൂതർ കാവലുണ്ടായിരിക്കണമേ. എല്ലാം മറന്ന് സന്തോഷവും സമാധാനവും നീ ഇവരുടെ ഹൃദയത്തിൽ നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ കൃപാ കടാക്ഷങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. നിന്റെ വേദനകളും വിഷമങ്ങളും എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുത്ത് അനേകരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവായ ദൈവം അവിടുത്തെ ശക്തമായ കരങ്ങളിൽ കാത്ത്
നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.